പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ക്ലീനർ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിന് പ്രത്യേകമായ ഒരു കിറ്റൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടല്ലേ കൂടുതലും മേടിക്കുന്നത്. കിറ്റ് വഴി നമുക്ക് ഉണ്ടാക്കാം. ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമുക്കിത് കാണാം. കൂടെ പോരെ വായോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 2 ബക്കറ്റിൽ ഉണ്ടാക്കിയാൽ മതി. ബക്കറ്റിൽ ഇപ്പം നമ്മൾ എടുക്കുന്ന 5 ലിറ്റർ ടോയ്ലറ്റ് ക്ലീനർ ഉണ്ടാക്കാനുള്ള ഒരു കിറ്റാണ്. അത് കിറ്റ് ഇങ്ങനെ തന്നെ നമുക്ക് വരുന്നത് കേട്ടോ. അതിന് നമ്മൾ 5 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ 2 പാത്രത്തിലായിട്ട് പകുതി വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഇത് ആസിഡ് സ്ലറി ആണ്. ഇത് എനിക്ക് പേരറിയാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിങ്ങനെ കിറ്റായിട്ട് തന്നെ കിട്ടുന്നതാണ്. നമുക്കിത് പൊട്ടിക്കാം. ഇത് കളറാണ്. നമുക്കിതിൽ പച്ച കളറുണ്ട്, ബ്ലൂ കളറുണ്ട്. ഇഷ്ടമുള്ള കളർ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ബ്ലൂ മേടിച്ചിട്ടുണ്ട്. ഇതതിൻ്റെ പെർഫ്യൂംസ് ആണ്. ഇത് പറഞ്ഞല്ലോ, ഇത് ആസിഡ് സ്ലറി ആണ്. ഇതിന്റെ പേര് എനിക്കറിയില്ല. ഒരു വെളുത്ത പൊടി, ഒരു ഉപ്പ് പോലെയൊക്കെ തോന്നുന്ന ഒരു പൊടിയാണ് കേട്ടോ. ഓക്കെ, നമുക്കിത് ആദ്യം ചെയ്യേണ്ടത്, നമുക്കിതിൽ വെള്ളം എടുത്തിരിക്കുന്നത് കാണിച്ചു തരാം. ഇതിലേക്ക് 2 ലിറ്ററും ഒന്നിൽ 2 ലിറ്ററും ഒന്നിൽ 3 ലിറ്ററും വെള്ളമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് മാത്രം പോരാ, നമുക്കിത് ഇളക്കാൻ വേണ്ടി ഒരു കോലും കൂടി കൈ കരുതണം. എന്നാലാണ് ഇത് കൈ കൊണ്ട് ഒരിക്കലും തൊടരുത്. നമുക്ക് ഇങ്ങനെ തന്നെ ഇത് ഇളക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ബോട്ടിൽ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ടോയ്ലറ്റ് ക്ലീനറിന് പത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാക്സിമം അതിൽ നിന്നെല്ലാം എടുത്തിട്ട് നന്നായി ഇളക്കാം. ഇതിന് ഒരു പാത്രത്തിൽ ആസിഡ് സ്ലറി ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കാം. അതവിടെ വെയിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് പഞ്ചസാര തരി പോലെ ഒരു സാധനമില്ലേ, അതെടുക്കാം. അതിൻ്റെ ബോട്ടിൽ പൊട്ടിക്കാം. നമ്മൾ അടുത്ത പാത്രത്തിൽ ഒഴിച്ച വെള്ളത്തിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് ഇളക്കാം. ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കണം കേട്ടോ. ഒരിക്കലും കൈ കൊണ്ട് തൊടരുത്, കെമിക്കലാണ്. രണ്ടും നന്നായി ഇളക്കാം. ഇത് രണ്ടും ഒരു 10 മിനിറ്റ് നേരം ഇളക്കിയതിന് ശേഷം ഇത് രണ്ടും കൂടി ഒരുമിച്ചാക്കണം കേട്ടോ. ഈ ആസിഡ് സ്ലറി ഇതിലേക്ക് ഒഴിച്ച് നല്ല പതയുണ്ട്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് നന്നായി ഇളക്കണം. ഒരേ ഡയറക്ഷനിൽ നന്നായി ഇളക്കുക. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഇനി നമുക്ക് ഒഴിക്കാനുള്ളത് ഈ ഒരു ബോട്ടിലുള്ളതാണ്. അതതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പെർഫ്യൂം ആഡ് ചെയ്യാം. ഇനി ലാസ്റ്റ് ആഡ് ചെയ്യേണ്ടത് ഈ കളറാണ്. ഈ കളറും കൂടി ആഡ് ചെയ്താൽ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ
ചെറിയ കാര്യങ്ങളും കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കേണ്ട ഒരു ആവശ്യമില്ല, സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതിലൂടെ ഒരുപാട് പൈസ നമുക്ക് ലാഭിക്കാനും കഴിയും. കുറച്ച് കളറാന്ന് നമുക്ക് തോന്നിയില്ലേ? ഇതാ ഇത്രയും കളറേ ഉള്ളൂ. നമ്മളിതിനെ ഇളക്കുവാണ്. അത്ഭുതകരം എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ കളറ് മൊത്തത്തിൽ മാറും. ഒരു ഇച്ചിരി കളറ് മാത്രമേ ഉള്ളൂ, പക്ഷെ ഈ പതയൊക്കെ മാറും കേട്ടോ. കുറച്ച് നേരം ഇളക്കി ഇതിൻ്റെ ചൂടൊക്കെ, ചെറിയ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നതുകൊണ്ട് ചൂടുണ്ടാവും ഇതിന്. ചെറിയ ചൂടേ ഉള്ളൂ. അതൊക്കെ ആറി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഏത് ബോട്ടിലേക്കാണോ വേണ്ടത് ആ ബോട്ടിലേക്ക് അങ്ങനെ നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ റെഡി ആയിട്ടുണ്ട്. വളരെ ചെറിയ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് മാത്രമല്ല, ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാമേ. ബൈ.